ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. വരിക്കച്ചക്ക പ്ലാവിൻ്റെ തൈ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഇതൊരു ചെറിയ നാട്ടറിവാണ്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. പഴമക്കാർക്കും പുതിയ തലമുറയിലെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നവർ നിരവധി പേരുണ്ടായിരിക്കും. നമുക്ക് അറിയാവുന്ന ഒരു വിവരം അല്ലെ നമുക്ക് കിട്ടിയ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് അറിയാവുന്നവർ ഈ വീഡിയോ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. പിന്നെ എല്ലാത്തിനെ വിമർശിക്കുന്നവരുണ്ട്. അവർ പറയും, ഞങ്ങൾ ജനിച്ച് വീണ അന്ന് മുതൽ ഈ അറിവ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കിത് അറിയാമായിരുന്നു. അങ്ങനെയുള്ളവരൊന്നും ഈ വീഡിയോ കാണണമെന്ന് താല്പര്യമില്ല കേട്ടോ. നമുക്ക് അറിയാവുന്ന ഒരു നാട്ടറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന വരിക്കപ്ലാവിൻ്റെ തൈയുടെ ഇലകൾ. ഈ ഇലകൾ ഒരു ഇലയിൽ നിന്ന് തന്നെ സൈഡിലോട്ട് നീളം കൂടി ബ്രാഞ്ച് പോലെ വളരും. അപ്പം കൂഴപ്ലാവിൻ്റെ ഇലയൊക്കെ ഇതുപോലെ ആയിരിക്കില്ല. സാധാരണ ടിപ്പിക്കൽ പ്ലാവില പോലെ തന്നെയായിരിക്കും കൂഴപ്ലാവിൻ്റെ ഇല. പക്ഷേ ഈ വരിക്കപ്ലാവിൻ്റെ തൈയുടെ ഇലയ്ക്ക് ഇങ്ങനെ പ്രത്യേകത കാണും. നമ്മൾ വരിക്കപ്ലാവിൻ്റെ കുരു നട്ടാലും വരിക്കപ്ലാവ് ഉണ്ടാകില്ല കേട്ടോ. ഒത്തിരി തൈകളിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ വരിക്കപ്ലാവിൻ്റെ തൈ കിട്ടുകയുള്ളൂ. ഈ പറഞ്ഞ ഇലയുടെ കാര്യം നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന വരിക്കപ്ലാവിൻ്റെ തൈയുടെ കാര്യത്തിൽ മാത്രമേ ശരിയാകത്തുള്ളൂ കേട്ടോ. അത് ഇപ്പം ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിച്ച നിരവധി വരിക്കപ്ലാവും അതിൻ്റെ തൈകളൊക്കെ ഉണ്ട്. അതിൻ്റെ തൈകളൊക്കെ ഇതുപോലെ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന വരിക്കപ്ലാവിൻ്റെ തൈകൾ ഈ രീതിയിലുള്ള ഇലയുടെ ഷേപ്പ് വ്യത്യാസം അത് വരിക്കപ്ലാവിനെ സൂചിപ്പിക്കുന്നതാണ്. ബഡ് ചെയ്തതും ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിച്ച നിരവധി എണ്ണം വരിക്കപ്ലാവുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അവയുടെയൊക്കെ ഇലയൊക്കെ ഇതുപോലെ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവയുടെ ഇലയൊക്കെ ടിപ്പിക്കൽ പ്ലാവില പോലെ തന്നെയായിരിക്കും ഒരുപക്ഷെ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ നാടൻ വരിക്കപ്ലാവിൻ്റെ തൈയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്.